ജലദോഷമാണോ? ആ ശാമ്പമ്മ എണീറ്റോ? 6 മണി കഴിഞ്ഞിട്ടാണ് വിളിച്ചാൽ മതി. ഇവിടെ ശാമ്പക്കുട്ടൻ എണീറ്റിട്ടില്ല. നാരായണിക്ക് ഇന്ന് പഠിത്തമില്ല. ആഹാ, നാരായണി തേച്ച് കിടന്നോ? നാരായണി നീ കിടന്നോടി? എനിക്കറിയാം മോള് കിടക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവളെ വിളിക്കണേ. അതിനാ 10 മിനിറ്റ് കഴിഞ്ഞ ഈ വെളിയിൽ നിന്നിട്ട് അങ്ങോട്ട് കുടിക്കുക, അകത്ത് കയറിയിരിക്കാതെ വിളിച്ച്. എവിടെ തണുപ്പ്? എൻ്റെ ഭഗവാൻ, ഇതാണ് തണുപ്പ്. എരി ഓടുന്നു മുണ്ടക്കൂടെ. 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി. അതിവിടെ കിടന്ന് അലമ്പായിരിക്കും. പുട്ടും കൂടെ ആവട്ടെ. പുട്ടും കടലയെന്ന്, അരിപ്പുട്ടും കടല. അവൾ പറഞ്ഞ അരിപ്പുട്ടും കടലയും അതുകൊണ്ട് പുട്ട് വേണമെന്നാണ് പറഞ്ഞേ. അരിപ്പുട്ടാണോ എന്നാ കേട്ടോ. എന്തായാലും അരിപ്പുട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി അരിപ്പുട്ട്. നമ്മളെപ്പോഴും ഗോതമ്പ് പുട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. കൊള്ളാമല്ല. പുട്ടും കടലയും. പുട്ട ഏകദേശം ആയി വരുന്നു. അതുവരെ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് വെള്ളം ഉണ്ടാക്കും. പുട്ടുകുറ്റിക്കകത്ത് ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവത്തില്ല. പുട്ടുകുറ്റിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇത് വേറെയാണ്. പിന്നെ ഒരു എളുപ്പവഴി, ഇവിടുത്തെ പുട്ടുകുറ്റിയുടെ ചരിക്കൂടെ ഇത് പോകുന്നുണ്ട്, ആവി. അത് ശരിയാകത്തില്ല. പിന്നെ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. എളുപ്പവഴി. കാപ്പിക്ക് എന്നാന്ന് അറിഞ്ഞാൽ മാത്രമേ ശാമ്പവി എണീക്ക് വരും. എണീറ്റേ. നാരായണി ചേച്ചിക്ക് എങ്ങനെയാ തെറാപ്പി വരുന്നത്? നിനക്കല്ലേ തെറാപ്പി? നാരായണി ചേച്ചിക്ക് തെറാപ്പിയുടെ ആവശ്യമില്ല, നിനക്ക് തെറാപ്പിയുടെ ആവശ്യമുണ്ട്. എണീറ്റ് വാ. നാക്കിന് ഓടി പൊന്നെ, എണീറ്റ് വാടാ. മിടുക്കൻ. കുറച്ച് നേരം എണീറ്റൊക്കെ എന്നിട്ട് ചേച്ചി പല്ല് തേക്കാൻ പേസ്റ്റ് തരും. എന്നിട്ട് ചേച്ചി കുളിപ്പിക്കും. എന്നിട്ട് ചേച്ചി ഒരുക്കും. ഇന്ന് ചേച്ചിക്ക് ക്ലാസ് ഇല്ലാത്ത കൊണ്ട് ഇതൊക്കെ ചേച്ചി ചെയ്യാമെന്നങ്ങ് പറഞ്ഞ്. ജലദോഷമല്ല, സാരമില്ല. എനിക്കുണ്ട് തുമ്മലും ജലദോഷം. ചേച്ചിക്ക് ഇന്ന് ക്ലാസ് ഇല്ല. അയ്യോ, താങ്കൾക്കൊണ്ടേ പല്ല് തേക്കുന്ന. ഹലോ, പേസ്റ്റ് കളയുവാണോ? പല്ല് തേച്ചേ. കറക്കി പേസ്റ്റ് കളയും. എന്നിട്ട് 2 ഒരേ വരച്ചിട്ട് പറയാം ഞാൻ പല്ല് തേച്ചെന്ന്. മുള്ളാൻ വിടുന്നെങ്കിൽ മുള്ളിക്കോണം. ഇറങ്ങി അവിടെ പോയി മുള്ള്. അല്ല, ബാത്റൂം ടോയ്ലറ്റിൽ പോ. നിനക്കെന്നെ പല്ല് തേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. എന്താ? തേക്ക്, നന്നായിട്ട് തേച്ചേ. പല്ല് തേക്കാൻ ഭയങ്കര പാടാ അവക്ക്. അമ്മയൊക്കെ തേച്ച്. ഏറുമാടത്തിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ ഭൂമിയിലോട്ട്. അപ്പ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും. എന്ത് പത്രം? സ്നാക്സ് ബോക്സോ? അത് നിന്റെ ബാഗിനകത്ത് കാണും. ചേച്ചിപ്പോൾ ഉണങ്ങല്ലോ. വരുമ്പോഴേക്കും സ്നാക്സ് ബോക്സും നിന്റെ വാട്ടർ ബോട്ടിലും എല്ലാം എടുത്ത് വെളി വെക്കണം. അല്ല, ഇവിടെ കൊണ്ടുവെക്കണം കേട്ടോ. കൊച്ചു മിടിക്കായിരുന്നല്ലോ. തലക്കെട്ടായിട്ട് നിർത്തിയില്ലേ? അപ്പോൾ മുടിയൊക്കെ വെട്ടിയാലോ? വേണ്ടേ? മുടി വെട്ടണോ? എന്നാ തലക്കെട്ടടിക്കായിരിക്കും. എന്നാ തലക്കെട്ടടിയാന്ന് നോക്കിയേ. പറയുമ്പോൾ അത് കൂടത്തേ ഉള്ളൂ. നല്ല മൈൻഡ് ആയിരിക്കണം. അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. കഴുകിയിട്ട് അമ്മ എടുത്തു തരാം കേട്ടോ. ഞാൻ കഴുകിക്കോളാം. എന്താ കാണിക്കുന്നേ? അങ്ങനല്ലടോ, അമ്മ കഴുകി തരാം. ഇപ്പൊ തൽക്കാലം അമ്മച്ചി കഴുകി തരാം.
വാട്ടർ ബോട്ടിൽ എന്തേ? അമ്മ ആ വാട്ടർ ബോട്ടില് കല്ലിയൊക്കെ ചേച്ചിയുടെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകും. ചേച്ചി ഒന്നും പോകുന്നില്ലല്ലോ. അയ്യോ ഉണ്ടെങ്കിൽ മതി. ഊണിന്റെ മതിയോ? ആ എവിടേക്കാ? തുടക്കണ്ടേ? തുടച്ചമ്മ വെച്ച് തരാം. ഞാനാണ് കൊണ്ടുവന്നത്. പിന്നെ മോനല്ല വേറെ ആരും കൊണ്ടുവരാം. വാ പോയിരുന്നോ? പോയി കുളിക്കണ്ടേ ഇനി? പഠിച്ചല്ലോ അങ്ങോട്ട് പൊക്കോ. കൊണ്ടുപോകണം. ഓ അതും കൊണ്ട് പോകും. തക്കാവടയും എന്ത് സാധനം കൊള്ളപ്പവും. മധുരമുള്ള കൊള്ളപ്പം അല്ല, മധുരമില്ലാത്ത കൊള്ളപ്പം. അയ്യോ മീറ്റ് മസാല, മീറ്റ് മസാല, പിന്നെ ഗരം മസാല, ഗരം മസാല. ഇത്ര രണ്ടും ആകുമ്പം കടലയായി അല്ലേ? ഇതൊന്നും ചേർക്കണ്ടേ? സവാള വഴറ്റണ്ട, തക്കാളി വഴറ്റണ്ട. പിന്നെ അടയ്ക്കണ്ടേ? കുറച്ചുകൂടെ വേകട്ടെ. ഇതിന് കുറച്ചുകൂടെ വേകട്ടെ. ഇതെല്ലാം ചേർക്കാനുണ്ട്. മുളക്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മസാലയുണ്ട്, ഗരം മസാലയുണ്ട്. ചുക്കൻ്റെ പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ടോ? അതല്ല കുളിക്കുന്നതിന്റെ ബഹളമാണ്. അത് വെട്ടിപ്പണിയിട്ട് ഇതിവിടെ കിടന്ന് തിളച്ച് എന്നിട്ട് തിളച്ചാൽ മതി. ഗരം മസാല സാമ്പവിയെ കുളിപ്പിക്കുന്നതിൻ്റെ ബഹളമാണ്. ശ്യാമളമ്മ കുളിപ്പിക്കുമ്പോൾ കിടന്ന് കാറുമ്പം ചേട്ടാ പറയും ഇത് ശ്യാമളമ്മ കുളിപ്പിച്ച് കാറുന്നു. ഒന്നുമല്ല, ഞാൻ കുളിപ്പിച്ചാലും നാരായണെ കുളിപ്പിച്ചാലും ആര് കുളിപ്പിച്ചാലും അവള് കിടന്ന് കാറും. പുട്ടായത് കൊണ്ട് ഇത്രയും ചാറ് വെക്കുന്നത്. ചപ്പാത്തി ആകുമ്പോൾ ഇത്രയും ചാറ് വെക്കത്തില്ല. പുട്ടിന് ചാറ് വേണമല്ലോ. ഇപ്പൊ വരും ചേച്ചി. എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? യൂണിഫോം ഇട്ടുകൊണ്ട് ആഹാരം കഴിച്ച ഡ്രസ്സേ വീഡിയോ ഒന്ന് അമ്മ പറഞ്ഞതല്ലേ? ആണോ? അവിടെ ഇരിക്ക. കരയുവാണോ? കരച്ചിൽ കഴിഞ്ഞിട്ട് തരുന്നുള്ളൂ. അല്ല കരച്ചിൽ കഴിയട്ടെന്നാ. രാവിലെ തുടങ്ങും ബഹളം. അല്ല എന്തിനാ കരയുന്നേ? നിക്ക നിക്ക നിക്ക. എന്തിനാ കരയുന്നേ? എന്തിനാ? ചുമ്മാ കരയുവാണോ? കടലക്കറി തരണോ? ഇത് പിന്നെ എന്തുവാ അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്ന തന്നെ? ഇതാർക്ക് പിന്നെ കഴിക്കാനായിട്ടാ? കരച്ചു നിർത്തിക്കേ. മിടിക്കാട്ടെ. സോറി മിടിക്കാക്ക്. ഓ താങ്ക് യു. ഇറങ്ങി വാ ഭൂമിയിലോട്ട്. കൊച്ചിനെ വീഴണ്ടേ? 7:15. എടി വെച്ചോളോ. ഇത് എന്താ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? ആ ഞാനല്ലേ വെക്കുന്നേ. നീ ആഹാരം കഴിക്ക്. പിന്നെ ഇതിലെ കൂടെ കയറുന്നാ പോരെ? ഇതിലെ കൂടെ വന്നിട്ട് അതിലെ കൂടെ പോയാ പോരെ? വേണ്ട. എങ്ങനെ വെള്ളം ചെയ്തു? 7:15. 7:12.
ഇവിടെ ഇരുന്നോ കേട്ടോ, 7:30 കുറേ നേരം കൂടെ ഞാൻ ഉണ്ടായിരുന്നു. യൂണിഫോം ആക്കി കണ്ടോ, യൂണിഫോം ഇട്ടുകൊണ്ട് മാത്രം ആഹാരം കഴിച്ചാൽ മതി. എന്തോന്ന് ഫോണ് അല്ല, അപ്പയ്ക്ക് ഇപ്പൊ ഫോണിന്റെ ആവശ്യമില്ലല്ലോ. ആറ ബാഗില് ആണോ? തുറക്കണമെങ്കിൽ നിന്റെ അപ്പ വരട്ടെ. നിക്ക് അടച്ചട്ടെ, സിബ് ബാഗിന്റെ സിബ് അടയ്ക്കട്ടെ. എവിടെ പോവാ? പാലൊന്നും ഇല്ലടാ, നമുക്ക് ചോദിക്കണം. ഇപ്പം ഓടുവാ മാറാണത് ഫ്രാന്തർ ഓടുന്നാണ്ടാ. അവിടെ നിൽക്കുക, അപ്പച്ചി വരട്ടെ. അപ്പച്ചി എന്താ പട്ടിയൊക്കെ വേണം അവിടെ? ഡീ പട്ടിക്കുഞ്ഞുണ്ട് അവിടെ, മറ്റേ പട്ടി ചിലപ്പോ അവിടെ നിൽക്കേ. അപ്പ വരട്ടെന്ന് പറഞ്ഞില്ലേ? ഫോൺ എടുത്തോ? നേരത്തിനും കാലത്തിനൊക്കെ എഴുന്നേക്കണം. നിന്റെ കാര്യം പറഞ്ഞു ആണോ? കയ്യാലോ പിടിക്കാം, ഞാൻ മരണ്ടായി. എവിടെ? മിനിയമ്മ ചേച്ചിണ്ടോ? എഴുന്നേറ്റില്ലേ? ആലോചിക്കുന്നു. ഇന്നലെ ചോദിച്ചു എന്താ ഫുഡ്? എന്താ ഫുഡ്? രാവിലെ ചോറ്, പാടി നീ മാത്രമേ ഉള്ളൂ. തോന്നുന്നുണ്ടോ? എഴുന്നേറ്റില്ല, എവിടെയാ പോയി? വണ്ടിയില്ല കണ്ടോ? എവിടെ നീ ചുമ്മാ കാറി കണ്ട പിടിച്ച് മോത്തെ പിടിച്ച് വരയ്ക്കാം കേട്ടോ. ഈ മധുര നല്ല രസമായിരിക്കും വരച്ച. എന്താ ഉണ്ടാക്കിയേ? അപ്പം ചുടണം. അപ്പത്തേക്ക് 2 ദിവസത്തേക്ക് അരച്ചു, 2 പേരല്ലേ ഉള്ളൂ, എന്നും ഉണ്ടാക്കാൻ പറ്റും. പേരില്ല, ഞാൻ തന്നെ ശയനത്തില ഉറക്ക കിടപ്പ. എന്താ ഉണ്ടാക്കിയ? ഇവിടെ നിന്ന് ചോദിക്കുവാണോ? വരട്ടടുത്ത് നീ നിനക്ക് ഇത് എല്ലാവരും കൂടി വേറെ ഒന്ന് നിനക്ക് ചോദിക്കാനില്ലേ? ഇല്ലേ ഇല്ലേ, നിനക്ക് ഇത് മാത്രം ചോദിക്കാനുള്ളോ? കറിയില്ല, തേങ്ങയും അല്ല ഇതൊക്കെ വെച്ച് മടക്കി ഉണ്ടാക്കുന്ന അടയില്ലേ, അതാണ് കറി വെച്ചില്ല. കഴിച്ചോ? വയറുന്നറിഞ്ഞോ? ചുമ കുറഞ്ഞോ? ചോദിക്കുന്നില്ലേ? ചുമയൊക്കെ കുറഞ്ഞോ? പച്ചവെള്ളം അധികം കുടിക്കരുത് കേട്ടോ. ചൂടുവെള്ളം കൊണ്ടുപോകണേ. തുളസിയിലയും ചില പനിക്കൂർക്കയിലും ഒക്കെ ഇട്ട് തിളപ്പിച്ച് തരാൻ പറയണേ. അതൊരു കുപ്പിക്കകത്ത് കൊണ്ടുപോയി കുറേശ്ശെ കുടിച്ചാൽ മതി കേട്ടോ. എന്താണ് അടാ
കറിഞ്ഞ കറിയില്ല. പൊക്കോ വന്നാ ചേച്ചി എന്ത് ചെയ്യും? ചക്കലാടാ. ചേച്ചി എന്ത് ചെയ്യും? ചേച്ചി സ്കൂളിൽ ക്ലാസ് ഇല്ല. വീട്ടിലുണ്ടോ? ഉണ്ട്. എന്നാ പോയിട്ട് വാ കേട്ടോ. നാളെ കാണാവേ. ശരി, ടാറ്റാ. തേങ്ങ ആ കുഴപ്പമില്ല. അമ്മച്ചി എന്താണ് അപ്പം കറി ദോശ സംബന്ധിയ. കറക്റ്റ് പറഞ്ഞ ദോശ സംബന്ധി. എന്താ വേണം? എന്നാ വേണം? ഗ്യാസ് കത്തിക്കുന്നത്. ഗ്യാസ് കത്തിച്ചിട്ട് തീ കത്തിച്ചിട്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പോലെ. നാരായണ ബസ്സൊക്കെ ഉണ്ടല്ലോ ഇന്ന്. ഇല്ലെന്ന് അവളെ ബസ് പോയി. പൈസ ഇല്ല. കേറ 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 കേറ. കോഴി ചകഞ്ഞ പോലെ ഇട്ടേക്കുക. മൊത്തം കഴിച്ചോണം. അതെ, കോഴിയുടെ കാര്യം പറഞ്ഞില്ല. വേണ്ടേ 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 നാരായണി കുഞ്ഞേ, മുറ്റം മുറ്റം ആര് തൂക്കും? അമ്മ തൂക്കുവോ മോള് തൂക്കുമോ? കൊണ്ടോ കിടക്കുന്നത്. പണ്ട് തൊട്ടേ ഈ ജോലി ആരുടെയാ? ചേച്ചി ഇപ്പൊ ശ്യാമളമ്മ തൂക്കുന്നോണ്ട് ചേച്ചി ഇപ്പൊ തൂക്കുന്നില്ലല്ലോ. അല്ല, മോ മറന്നുകൂടാ, അതുകൊണ്ടാ. മറപ്പിക്കണ്ടെന്നോ? ഏതേ തൂത്തോ? ഓക്കെ. അവിടെ ഉണ്ടായിരുന്ന ആഞ്ഞില് വെട്ടി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഇവിടെ തടി മുറിക്കുന്ന സൗന്ദര്യമൊക്കെ കിട്ടും. നമ്മളതിന് ഇവിടെ ഇല്ലല്ലോ. ചേട്ടാ പറയുമ്പോഴറിഞ്ഞ ആഞ്ഞില്. നല്ല രാജാവിനെ പോലെ നല്ല തലയെടുപ്പോടെ നിന്നൊരു സാധനമാണ്. അത് പോയി. അമ്മ പൊന്നോ. വേണ്ട, അതിലെ കൂടെ ഒന്നും കയറി വരണ്ട. വേണ്ട 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 വേണ്ട. അഴിച്ചു വിടും. അപ്പ വരട്ടെ, എന്നാൽ അഴിച്ചു വിടാം. വിടൂടാ, വിടാന്ന് ഞാനല്ലേ പറഞ്ഞേ. ഓ ഓ മമ്മി വന്നതിനാ? എന്തിന്? വഴക്കല്ല, ഞാൻ അഴിച്ചു വിടാന്ന് പറഞ്ഞേ. അവനെ അഴിച്ചു വിടണം. എന്തിനാ? അവിടെ പോവാ. ഈ ബാഗുമായിട്ട് പോകുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെറുതെ വഴിനകത്ത് കയറ്റാനുള്ള ആരെയും പൂച്ചയും പട്ടിയുള്ളോ? ചന്ദനം തൊടാതെ മോശമായി പോയി. അമ്പലത്തിൽ പോയാൽ ചന്ദനം തൊടണം. ചന്ദനം തൊട്ടേ പറ്റൂ. പിന്നെ
വരാന്നോ? ഞാനൊന്നും പറഞ്ഞില്ല വരാന്ന്. ഞാനൊന്നും വരാന്ന് പറഞ്ഞില്ല. ഞാൻ വിളിക്കാൻ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ വിളിക്കാറില്ല അപ്പോഴും. ഞാൻ ചലഞ്ച് ചെയ്യാൻ പോകാറില്ല പതിവ്. എനിക്കൊന്നും വയ്യ. നിനക്കെന്നാ പിന്നെ പറ്റുന്നത്? നാളെ പോ. നാളത്തഞ്ഞു പോ. മതിയോ? ചേട്ടാ ഇഷ്ടം പോലെ. ഞാൻ ഇവിടെ കൊണ്ടുപോകാം. കൊണ്ടുവന്നു. വേണമെങ്കിൽ വേണ്ട. നിന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ. എന്നെ കിട്ടാനില്ല കൊണ്ട് കേസ് കൊടുറേ. ഇവക്കെന്നാ പറ്റിയടി രാവിലെ? ആരാടി വരുമെന്ന് പറഞ്ഞ? ഞാൻ വരുമെന്നും പറഞ്ഞില്ല. ഉമ്മ അങ്ങ് പറഞ്ഞേക്കുവാ. എൻ്റെ അപ്പം എപ്പോഴും പറയുന്നതാണ് തീ കുറ്റത് വെളുത്ത് പാടില്ലെന്ന്. അപ്പോൾ അതിൻ്റെ മോളല്ലേ നീ? വെയിൽ വന്നെന്ന് പറഞ്ഞ് നീ വാടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് വേർക്കും. വെയിലല്ലേ, സ്വാഭാവികം, വേർക്കും. എല്ലാ പ്രാവശ്യം അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കും. ഈ പ്രാവശ്യം ഇച്ചിരി വെറൈറ്റിക്ക് ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അതവനല്ലേ മനു? അതെ, എതിര് ചേച്ചിയുടെ മോന് ഇളയവൻ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അവൻ്റെ അനിയൻ. എന്നാന്നൊന്നും പറയണ്ട. ഒരാൾക്കൊരു കാര്യം കൊടുക്കാമെന്ന് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കണം. അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ മറന്നുപോയി. മറന്നുപോയി. അതിൻ്റെ മണ്ടേ കൊണ്ട് അമ്മ ഡ്രസ്സ് വെച്ചാൽ അയ്യോ, അങ്ങോട്ട് അങ്ങ് മറന്നു. കണ്ണെഴുതാൻ മറന്നോ? പൊട്ടു തൊടാൻ മറന്നോ? ഇതൊന്നും നമ്മുടെ സ്വന്തം കാര്യം മറക്കില്ല നമ്മൾ, അല്ലേ? അവന് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിനക്കറിയത്തില്ലേ? ഇപ്പോൾ ടൂറൊക്കെ പോകുമ്പം പവർ ബാങ്ക് വേണം. ഇപ്പെങ്കിലും സമ്മതിച്ചല്ലോ. എന്തോ മന്ദബുദ്ധിയാണോ? അയ്യോ, കുഴിപ്പോയി. നല്ല വെയിലല്ലേ? സാറിന് അത് കുട നോക്കാനാണല്ലോ. ഞാനിപ്പോൾ കുട നോക്കാത്തേ. എനിക്കെന്നാ പറ്റി? ഞാൻ നന്നായോ? അയ്യോ, അതാണെന്തേ? പിച്ചക്കാരാന്ന് വിചാരിക്കോ? ഇതൊരു സാധനമാണ്. നമ്മളവിടെ പോവാ. ഈ അമ്മയുടെ ആധാർ കാർഡ്, നമ്മുടെ റേഷൻ കാർഡ്, റേഷൻ കാണോ, ഇതെല്ലാം കൂടെ ഒരു വീട്ടിൽ കൊണ്ട് കൊടുക്കണം. എന്നാലേ നമ്മുടെ പറമ്പിൽ പണിയാൻ പറ്റും. തൊഴിലുറപ്പിനെ പറമ്പിൽ പണിയിക്കണമെങ്കിൽ ഇതൊക്കെ കൊടുക്കണമായിരിക്കും. അതാണ് സംഭവം. കഴിഞ്ഞിടയ്ക്കല്ലേ പണതേ? ആർക്കറിയാം. ഇതാണ് നമ്മുടെ സൊസൈറ്റി. അതിൻ്റെ പുറകത്തെ വീടാണെന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി നമുക്ക് ചോദിച്ചു പോ.
എന്നാ അങ്ങോട്ട് നോക്കുന്ന ശംഭു നാരായണി? മഴ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, രാവിലെ വന്നപ്പോൾ നല്ല വെയിലാണ്, മഴ പെയ്യുമായിരിക്കുമെന്ന്. ഇതേ മഴയാണ്. ഞങ്ങൾ പോയ കാര്യം നടന്നില്ല, അമ്മ വെള്ളമായിരുന്നു, അതുകൊണ്ട് അമ്മ പുറകെ പോയി ഇങ്ങനെ പോന്നു. ആഹാരം കഴിക്കാൻ മഹതി വരാമോ ചേച്ചി? ആഹാരം കഴിക്കാൻ വരുമോ? മഴ, സൂപ്പർ മഴ. മഴയോട് മഴ. കാറ്റ്. വാ, വന്ന ഡ്രസ്സ് മാറ, വാന്നേ. ഡ്രസ്സ് മാറിയാച്ച് വന്നാ മതി, ഇങ്ങോട്ട് വന്നേ, ഡ്രസ്സ് മാറി. ആ സൈക്കിൾ ആരെങ്കിലും എടുത്തോണ്ടോ? നീ ബാ, മൊത്ത് പറയുന്ന കേക്കടാ. ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ പോകാമല്ലോ. അതേ നാരായണ ചേച്ചി ഉണ്ട് നിന്റെ കൂടെ, എന്തിനും ഉണ്ട്, എന്തിനും ഏതിനും നാരായണ ചേച്ചി. വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് കഴിച്ചിട്ട് പോക്കോ. ചേച്ചി പറഞ്ഞതാ, പതിയെ പതിയെ. അങ്ങോട്ട് കൊണ്ടുപോകും നീ. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പുള്ളിക്കാരി സൈക്കിളാണ് ഇപ്പോൾ പുള്ളിക്കാരിയുടെ താരം. ആഹാരവും വേണ്ട, ഒന്നും വേണ്ട. ആക്സിഡൻ്റ് ആയോ? ഇത് ഓടിച്ചിരുന്ന വ്യക്തി എന്ത് ചെയ്യും? ദൈവമേ, എനിക്ക് വയ്യ, അസ്ഥി കൊടുക്കുന്ന ഫോട്ടോ എടുക്കാൻ വയ്യ. ബോഡി ഷേമിംഗ് ആണെന്ന് പറയല്ലേ. അഞ്ചു മണിയായി. ഉച്ച തൊട്ട് മൂടി നിൽക്കുകയായിരുന്നു, നല്ല മഴയാണല്ലോ. അയ്യേ, ഈ കൊച്ചാണോ ഈ ഇരിക്കുന്ന കൊച്ച്? കേക്ക് പറയുന്ന കേക്ക്. നാരായണി, ഇനി ശാമ്പവി വിളിക്കാറായേ. നാരായണിയാ, അമ്മ ഇറങ്ങുവാണേ. ഉമ്മ വരാനല്ലേ? എന്നിട്ട് തൂത്ത് കളയാൻ വേണ്ടിയാണോ? എനിക്കില്ലേ, ഇങ്ങോട്ട് വരാം. അല്ലേ? പക്ഷെ ഞാനെന്നത് കണ്ണപ്പരിട്ട് തോന്നുന്നു. കമ്മീഷയാണല്ലോ. നീ ഒന്നും എടുക്കാനില്ല നിനക്ക്? ഓക്കെ, ഇന്ന് ബുധനാഴ്ച, നാളെ വ്യാഴാഴ്ച, മനസ്സിലായോ? വഴി മാറിപ്പോയി, ഇതല്ല അപ്പുറത്ത്. തിരുമേരിയോ? ആ, നേരെ ആലപ്പുഴയ്ക്കോ? സോറി, ഞാൻ ഈ കടമ്പയെന്ന് കിടക്കട്ടെ. എൻ്റെ അമ്മേ, ചായ വെള്ളം പോലെ കിടക്കുന്നു, കണ്ടില്ലേ? വാഹാ, അടിപൊളി ഉണ്ടല്ലേ? ഇനിയുണ്ട് ചായ വെള്ളം.
വരുന്നില്ലേ? ആരില്ലെന്ന് പറഞ്ഞു. നീയാ? ഇല്ലെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പിടികിട്ടിയെങ്കിൽ പറയണേ. നല്ലൊരു വണ്ടി ആക്രിക്കടയിൽ ഇരിപ്പുണ്ട്. കണ്ടാ ഓക്കെയാ, നമ്മളെൻ്റെ ആയിരിക്കും. കൊച്ചിൻ്റെ വണ്ടി വരേണ്ട സമയം 4 പ്രാവശ്യം കഴിഞ്ഞു. ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു. ആ വിളിച്ച് ആരോട് ചോദിച്ചു? ആരോട്? വണ്ടി എവിടെയാണോ? എന്നാ വിളിച്ചോണ്ട് വരും, ഞാൻ പോട്ടെ. അത് താമസിച്ചേ വരുള്ളൂ. ഒരു 6 മണി അവിടെ വരുമ്പോഴെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ താമസം ഇറങ്ങിയത്? അതുകൊണ്ട് ഞങ്ങൾ താമസം ഇറങ്ങി വെച്ചു. ഞാൻ പോട്ടെ. വരി നേരാണ്, നമുക്ക് പോയേക്കാം. 3 കൂടെ വയ്ക്കും. 3 ആരൊക്കെയാ? എന്നാ 4 പേര് ഇവിടെ നിൽക്കും. ഞാൻ ചോദിച്ചിട്ട് നീ പറഞ്ഞോ? ആ 5 പേരുണ്ട്. പുള്ളി വിളിക്കുന്നു. ഞാൻ അവിടെ ചുമ്മാ അവിടെ പോയി നോക്കി വയ്ക്കാൻ വേണ്ടി പോയതല്ല. പിന്നെ എന്നാലും കൊച്ചിനെ വിളിക്കുന്ന സമയത്ത് വരത്തില്ലേ? കൊച്ചിനെ വിളിക്കാൻ ഞാനുണ്ടെങ്കിൽ ആരാ കൊച്ചിനെ വിളിക്കാൻ? നീയല്ലേ? ഞാനല്ല, ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോവാ. അതുകൊണ്ട് വലിയ സംഭവം നടക്കുന്നത്. അതെന്നാന്നറിയോ? ഷൂട്ടിങ്ങാ നോക്കുക. എന്നെ കണ്ടപ്പോ ഒരു പിന്നെ ഏതാണ്ട് ബഹളി പിടിച്ച് ബാധ ഇറങ്ങി നിൽക്കുന്ന പോലുണ്ട്. അയ്യോ ഷൂട്ടിങ് ബാധ പിടിച്ച് എന്തോ സാധനം നിൽക്കുന്നതിനോട് സംസാരിക്കുന്ന പോലുണ്ട്. ആരാനെ വിളിച്ചിട്ട് ഒരാഴ്ചയായെന്ന് തോന്നുന്നല്ലോ. ബാധയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ഫോൺ വിളിച്ചാൽ എടുക്കണം. രണ്ടാമത്തെ കാര്യം 2 മണിക്കൂറായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. 2 മണിക്കൂറായിട്ട് ബിസിയാണ്. വിളിക്കുന്നതല്ല, കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിട്ട് എന്നാണെന്ന് ചോദിക്കണം. ഒരു മിസ് കോൾ കിടപ്പുണ്ടോ? ഹോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിച്ചാൽ എടുത്തോന്ന്. ചേട്ടാക്ക് തോന്നുന്നു ഞാൻ ബസ്സിലല്ലേ? അതെ, നിനക്ക് തോന്നുന്നു വിളിക്കുമ്പോൾ എടുക്കാൻ. ഞാൻ നിന്റെ വേലക്കാരനോ? സമാധാനം തരത്തില്ല. ആ അത് ശരിയാണല്ലോ, ഞാൻ അത് ഓർത്തില്ല, സോറി. 5 പേരായി. ഒന്നില്ല താമസിക്കും. രാവിലെ എന്നോട് ഇന്ന് എന്നാ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിട്ടേ ഇത് പോകും. ഉണ്ടാക്കിയില്ലെന്ന് ഇല്ലെങ്കിൽ തന്നെ നാണക്കേടല്ലേ? വേറൊന്നും ചോദിക്കാനില്ല. പുള്ളിയുടെ ഓർമ്മയിൽ അതേ അത് മാറി വരും. ഇനിയിപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു കേൾക്കുന്ന മെമ്മറി അപ്പൊ ചോദിക്കട്ടെ. ഇന്നലെ വിജയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞടി. ചോറ് വന്ന് വിട്ട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പോയി. ഇനി നീ എന്ന് എന്താറിന് അല്ലെങ്കിൽ വേറെ ഇതിലേലും പോകുന്നുണ്ടെങ്കിൽ, മുണ്ടക്കയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ
തിരിച്ചു വരുന്നത് ഏകദേശം ഒരു മണിക്കൂറിനകത്ത് അല്ല 2 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ മുമ്പോട്ടോ പുറകോട്ടൊക്കെ ആണെങ്കിൽ കൊച്ചിനെ വിളിക്കാൻ സമയത്ത് വന്ന് വിളിച്ചോണ്ട് തന്നെ വന്നോണം. 4 മണിക്ക് ഇവിടെ വരേണ്ട സമയത്താണ് ഞാൻ വിളിക്കുക. 4 മണിക്കാണെങ്കിൽ വിളിക്കണം, 5 മണിക്കാണ് വിളിക്കണം. 5 മണിക്കാണ് നിങ്ങൾ നീ 4 മണി എന്നുള്ള 5 മണിയാക്കാൻ നിനക്കൊന്നും പാടില്ലല്ലോ. ഇങ്ങനെ മുണ്ടൊക്കെ തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിൽക്കുമല്ലോ 1 മണിക്കൂർ. അത് മതി. അയ്യോ അത് മതി. അയ്യോ എന്നാ ഓടിപ്പിടിച്ച് വന്നേക്കെന്നറിയാം 7 മണിക്ക് മുമ്പ്. ഓ ശ്യാമളമേം കൂടെ ഉണ്ടെങ്കിൽ പറയണം. കൊച്ചു രാവിലെ പോകുമ്പോൾ ഇവിടെ ഇപ്പം കണ്ട അങ്ങനെ തോന്നും. ഓ എന്നെ ആത്മാർത്ഥം നോക്കിയാ ആദ്യമായിട്ടാണ് വരുന്നത് വിളിക്കാൻ. അയ്യോ അങ്ങനെ പറഞ്ഞു. അല്ല നീ പിന്നെ നീ ചുമ്മാ വേണ്ട പേടിയേ നിനക്ക് പ്രാന്താ. എടി നിന്നെ വിളിക്കാൻ എത്ര പേരെ വന്നിട്ട് നോക്കി 5 പേര്. നിങ്ങൾ 4 പേര് എവിടെ വന്നു വന്നോ 5 പേര് വന്നോ ഇങ്ങനെ എന്നും ഇങ്ങനെ ഞാൻ പിന്നെ തള്ളി പിടിച്ചോണ്ടാ പോകും. ഇങ്ങനെ പുറത്ത് പിടിക്കുന്ന തള്ളി പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. തള്ളി കൊടുക്കണം. ആ ചേച്ചി ഇവിടെ താഴെ വന്നുണ്ടോ തള്ളിക്കൊണ്ട് പോടാ. മതിയേ സ്പീഡ് കൊണ്ടുപോകാതെ മടുത്ത് കാണും. അയ്യപ്പാ എന്നാ പറയണ്ട. ഞാന് മുണ്ടക്കത്ത് ആരും വന്നില്ല. ഉള്ളവരെല്ലാം എന്താ ഇവിടെ ഇപ്പുണ്ട്. 4 പേരുണ്ട് ഇവിടെ നിന്നെ കൂട്ടി. ഒരു വലിക്കാതെ കുഞ്ഞു മടുത്തു. ഞങ്ങളെ കാണുമ്പോഴാ കുറച്ചുകൂടെ കൊഞ്ചലല്ലേ. എന്നെ കാണിപ്പിച്ചിട്ട് കൊഞ്ചൽ കൂടുതലാ കുഞ്ഞുമാവയ്ക്ക്. അയ്യോ പാവൻ്റെ കുഞ്ഞാവ് വേണ്ട പോന്നു. ഇവള് പറയുവാണേ അല്ല വേണ്ട. ഒരു രാത്രിക്കോ പാടാൻ വയ്യ. എന്നെ പൊന്നെ ശാമ്പവി കാണാൻ ആരും ഇവിടെ വന്നില്ല. ഏത് ചേട്ടന്മാര്? ആരടി പറഞ്ഞേ? നേഴ്സുമാരോ? പോടാ ആരും വന്നില്ല. നിന്റെ അമ്മൂമ്മ വന്നു. ശ്യാമളമ്മയാ പറയുന്നേ, വേറെ ആര് പറയാനാ? ശ്യാമളമ്മ ഒന്നും വന്നില്ല. ശ്യാമളമ്മ നാളെ പ്രഭുമാമൻ്റെ വീട്ടിൽ പോവും. നാളെ കഴിഞ്ഞ് പ്രഭുമാമന് ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ട് പിള്ളേരെടുത്ത് നിന്നിട്ട് വൈകിട്ടേ വരുള്ളൂ. ഓക്കെ എന്നും എടുക്കാൻ പറയും. ഒരു ദിവസം എന്ത് എടുക്കാൻ പറയുമോ? അമ്മ ജീവ എന്നോട് തന്നെ പറയാം. ഒരു ദിവസം എടുത്താൽ മതിയേ. ആ അങ്ങനെ ഇന്നേ ഉള്ളു കേട്ടോ. എന്നും ഇല്ലേ, എന്നും പറയല്ലേ. അപ്പം എടുത്തു പോവില്ലേ? അവളെ എങ്ങനെയാണെന്നറിയോ പരമാവധി ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്നൊരു അവസരം പറഞ്ഞെങ്കിൽ വേണ്ടത്. ഈ നല്ല പല്ല് എടുക്കാനൊന്നും പറ്റത്തില്ല. എന്ന് വന്നേ നീ വിളിച്ചോണ്ട് വാ, പിന്നെ നോക്കുക. ഇവിടം വരെ എത്തിയോളോ?
ചീരയോ? അത് കൊന്നേരെ എടുത്ത് വെച്ചതാ. കൊതുക് വരാതിരിക്കാനോ? ഇത് പെരക്കാത്ത വെച്ചാൽ മണം അടിച്ചു ചോദിക്കും വിളക്കുകയറായതാണ് എന്ന് ഇന്നലെ കത്തിച്ചിട്ട് ഇന്ന് ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെ കത്തിക്കാൻ അല്ലിപ്പം വരും അത് എന്നെ ചോദിക്കും അത് വരും. എന്താ നോക്കിയാ ദോശ വിളക്കത്തില്ല ചോദിച്ചില്ലേ വിളക്ക് കത്തിക്കാത്ത എന്നാന്ന് ചോദിക്കടി. എന്താ നോക്കിയാ എന്താ ഉണ്ട്? ചേച്ചി ചേച്ചി സ്കൂളിൽ നിന്ന് വെച്ചേ ഇന്ന് സ്കൂളില്ലായിരുന്നു ഓർത്തില്ലായിരുന്നു നമുക്ക്. അതല്ല സ്കൂളിൽ നിന്ന് ചോറിന് കറി ആ ചോറിന് കടലായിരുന്നോ? സാമ്പാറും കറിയും സ്ഥിരം കിട്ടുന്നതാന്ന് തോന്നുന്നു. നാരായണി 10ാം ക്ലാസ് വരെ പിന്നെ ഉണ്ടാകും. വരുന്നുണ്ടോ? ദോശ അതില്ല ആ ഉദ്ദേശിക്കുന്നല്ല ചോദിക്കുന്നേരം. അഞ്ചാണ് രാവിലെ എല്ലാം ഉണ്ടാക്കി ചേട്ടൻ എന്തിയായി വന്നില്ല മോളെ വരണം പറയാം അങ്ങോട്ട് വരാൻ പറയാവേ ചേട്ടൻ വരുമോ അവൻ വരും വൈകിട്ടത്തേക്ക് വരും ഇതെവിടെ കഥ ഇത് രാജേട്ടൻ്റെ സ്കൂളിൽ നിന്ന് കഴിക്കാൻ അങ്ങോട്ട് ചെന്നേ വാ വാ വാ. ഇതിന്റെ മുകളിൽ എന്നിട്ട് അവര് നോട്ടം നോക്കി നമുക്ക് പോകാൻ. എന്നാ പറ്റി? എടി നമ്മള് മരിച്ചൊരു കോമഡി താരമില്ലേ? ഞാനെന്താ ഇവിടെ കഴിക്കില്ലേ? അതുപോലില്ലേ? നന്നേ വായോ വിളിച്ചോ. ഞാനെന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന പോലെ. അച്ഛൻ എന്തിയാ അച്ഛൻ വീട്ടിലുണ്ട് ഇത് മിറ്റം നോക്കുന്നു. ഹലോ 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 പോ ഹലോ. ഇല്ല ഇല്ല പപ്പ അവന് അവൻ ടി വി കാണോ? ഇവിടെ ഇരിക്കും. ഇനി മരിച്ചിട്ട് പോലെ ഉണ്ട്. അവനെ സ്കൂളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി. എന്താ പിന്നെ ഇന്ന് നിന്റെ അപ്പം റിമോട്ട് കൊണ്ട് വീട്ടിലെത്താൻ റിമോട്ട് കളഞ്ഞേ. അതാ പിന്നെ ഇരുട്ടായോ? അവിടെ ഊരാതെ ഇങ്ങോട്ട് കയറി ഊര്. കൊടുക്കണേ. ഞങ്ങൾക്ക് വീണ്ടും പാല് കിട്ടി തുടങ്ങി.